സതീശൻ പറയുന്ന ഒരു നുണയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പേജുകൾ തുടങ്ങി ഭയങ്കരമായി ക്യാമ്പയിൻ നടത്തുക. സതീശനെ പരമാവധി ടാർണിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പുറത്തുനിന്ന് കാര്യമായി ഉണ്ടായല്ലോ. ആ ഒരു മൂഡ് പിടിച്ച് പോലീസും അങ്ങ് ഇറങ്ങിയിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ നടന്നത് വെറും ഒരു കൈപ്പഴയൊന്നുമല്ല നിഷാദെ. ഇത് ഒന്നാം തരം അട്ടിമറി തന്നെയാണ് എന്ന് നമുക്കൊരു സംശയവും വേണ്ട. എന്നറിയോ, 4 കമന്റ് കണ്ടാൽ ആർക്കാണ് നിഷാദെ ഇവിടെ പേടി? തെരുവിൽ മൈക്ക് കെട്ടി ഇതിനപ്പുറമുള്ള വർത്താനം പറയുന്ന നാടല്ലേ കേരളം. അവിടെ രാഷ്ട്രീയമായ വിമർശനങ്ങളുള്ള വീഡിയോ വരുമ്പോൾ ഞഞ്ഞാവിഞ്ഞ പണി കാണിക്കരുത്. അത് പോലീസ് ആണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ശരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമൊക്കെയാണ്. പക്ഷെ വിമർശനത്തിന് അതീതമാണ് എന്ന് രത്തൻ കേൽക്കർ വിചാരിക്കരുത് എന്നുള്ളതാണ്. അത് മസൂറിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ജനാധിപത്യത്തെക്കുറിച്ച് പാഠങ്ങൾ അദ്ദേഹം മറക്കരുത്. ഇപ്പം വന്നിട്ട് പറയാണ് അത് പോസ്റ്റ് നീക്കാനാണ് പോലീസ് പറഞ്ഞത്, മെറ്റ കയറി അങ്ങ് നീക്കം ചെയ്തത്. ഏത് കമന്റാണ് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ആ കമന്റിന്റെ ആ വിദ്വേഷ കമന്റ് ഇട്ട ആളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ കേരള പോലീസ്? അത് മാറ്റുക മാത്രം ചെയ്താൽ മതിയോ? അതിന്റെ FIR ഉണ്ടോ? അതടക്കം പുറത്തുവിട്ടിട്ട് വേണ്ടേ പറയാൻ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ? അങ്ങനെയല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. ഇന്ന് രാവിലെ വാർത്ത വന്നു. കമ്മീഷന് അത് പറയാൻ ഇന്ന് 3 മണി വരെ കാത്തിരിക്കണമായിരുന്നോ? എല്ലാ കാര്യത്തിനും വാർത്താക്കുറിപ്പ് ഗ്രൂപ്പിൽ ഇറക്കുന്ന ആളല്ലേ രത്തൻ കേൽക്കർ. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. എല്ലാ കാര്യത്തിനും വിശദീകരണം വന്നുകൊണ്ടിരുന്ന SIR കാലത്തും മറ്റും. എന്തുകൊണ്ട് ഇത് രാവിലെ തന്നെ പറയാം ഇങ്ങനെ മെറ്റയ്ക്ക് പറ്റിയ അബദ്ധമാണെന്ന്? ഇപ്പൊ അത് പറഞ്ഞില്ല. മറ്റൊന്ന്, ഇത് മനസ്സിലാക്കേണ്ടത് കേരളം എന്നത് സംവാദങ്ങളുടെ സ്ഥലമാണ്. ജനാധിപത്യ സംവാദങ്ങൾ നടന്നിട്ടുള്ള അവിടെ ഒരു കമന്റിന് വീഡിയോ നീക്കലോ അല്ലെങ്കിൽ കൈപ്പിഴയെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഒന്നും കൂടെ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇടുന്ന ഈ പൊളിറ്റിക്കൽ കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ പോസ്റ്റിൽ പറയുന്നതൊക്കെ വസ്തുതാപരമായി ശരിയാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ടോ? ഏതെങ്കിലും പരാതി കിട്ടുമ്പോഴല്ലേ ഇത് അധിക്ഷേപമാണ്, വ്യാജം പ്രചരിപ്പിക്കരുതെന്ന് പ്രത്യേക നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ പരിശോധിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? വ്യാജോ വിദ്വേഷം ആണെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ അടിയിൽ പോയി നോക്ക്. ഇതിനകത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നുണ പറയുന്നുണ്ടെന്നാണ്. ഞാൻ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ചർച്ച എന്താണ്? സതീശൻ ഗോൾവാക്കറുടെ മുന്നിൽ പോയി പൂജിച്ചു എന്നുള്ളതാണല്ലോ. ആ പരിപാടി നടന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? 2006 ഫെബ്രുവരിയിൽ. അതായത് അത് കൃത്യം ലക്ഷ്യം എന്താണ്? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എന്നാണോ? അതിന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പല്ല എന്ന് വന്നാലോ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഈ പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുമോ? എന്ന് മാത്രമല്ല, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയ ഈ കൂടിക്കാഴ്ചയാണ് നിങ്ങൾ അന്നുണ്ടാക്കിയ ധാരണയ്ക്ക് അടിസ്ഥാനം അദ്ദേഹം പറയാണ്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പല്ല. നിഷാദ്, എന്റെ കയ്യിൽ ഒരു പോസ്റ്റ്, ഈ പരിപാടിയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സംഘാടകരും ഈ പരിപാടിയിൽ പങ്കെടുത്ത VD സതീശനും പോസ്റ്റ് ഇട്ട പിണറായി വിജയനുമാണ് ഈ പ്രചരിക്കുന്ന പോസ്റ്റർ ശരിയാണോ എന്ന് പറയേണ്ടത്. ആ പോസ്റ്റർ ഇതാണ്: ശ്രീ ഗുരുജി ജനശതാബ്ദി ആഘോഷ സമിതി സംവാദം, വിഷയം മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും, 2006 ഡിസംബർ 31 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്. സ്ഥലം ഗവൺമെന്റ് LP സ്കൂൾ, മനക്കപ്പടി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും മാത്രം. ഇതാണ് ഈ പോസ്റ്റ്. ഈ പോസ്റ്റർ ശരിയാണെങ്കിൽ ഇതിന്റെ ആധികാരികത എനിക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഈ പോസ്റ്റർ ശരിയാണെങ്കിൽ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ വിവരങ്ങൾ വസ്തുതാപരമായി ശരിയല്ല. അത് പരിശോധിക്കാൻ ഈ പറയുന്ന കമ്മീഷൻ തയ്യാറാണോ? കാരണം ഉത്തരവാദിത്ത ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ വിദ്വേഷം വമിപ്പിക്കുന്ന ചാനലിലോ വന്ന വീഡിയോ അല്ല റിമൂവ് ചെയ്ത് കമ്മീഷൻ ഇടപെട്ട് അല്ലെങ്കിൽ പോലീസ് ഇടപെട്ട്. അത് കേരളത്തിലെ പ്രമുഖമായ മാധ്യമ സ്ഥാപനത്തിന് പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഇന്റർവ്യൂ ആണ് നിഷാദെ. അങ്ങനെ ചെയ്യുന്നത് ഇത് സെൻസർഷിപ്പാണ് എന്ന് പറയണം. അത് നമ്മൾ മാധ്യമങ്ങളെങ്കിലും തുറന്നു പറയണം. ഈ പണി കേരളത്തിൽ നടക്കില്ല എന്ന്.